everyone. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടായിരിക്കില്ലേ ഈ IASും IPSും IFSും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് എക്സാം ആണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഞാൻ ആ എക്സാം എഴുതാൻ ഏത് കോഴ്സ് പഠിക്കണം എങ്ങനെയൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു IAS IPS IFS ഓഫീസേഴ്സ് അല്ലെങ്കിൽ സർവീസിലിരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നേരിടാൻ പോകുന്ന എക്സാം സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരും ഇനി എന്ത് പറയരുത് ഞാൻ IAS പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നല്ല പറയേണ്ടത് ഞാൻ സിവിൽ സർവീസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയണം ഇനി ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ എന്താണ് UPSC ആണ് അല്ലേ അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നമുക്ക് വേണ്ടിയിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ PSC SSC എന്നൊക്കെ പറയാറില്ലേ അതുപോലെ UPSC ആണ് ഇത്തരം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ എന്താണ് ക്വാളിഫിക്കേഷൻ അല്ലേ +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സ് ഒരു ഗ്രാജുവേഷൻ ആണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെടുക്കാം ഡിഗ്രി എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ മലയാളം പഠിക്കണോ മലയാളം പഠിക്കാം ഇംഗ്ലീഷ് വേണോ ഇംഗ്ലീഷ് പഠിക്കാം ഹിന്ദി തമിഴ് മലയാളം ഉറുദു ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എടുക്കാം ഇനി അല്ല സബ്ജക്ട്സ് ഇഷ്ടമുള്ള ആൾക്കാർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രാജുവേഷൻ ചെയ്യാം ഇനി അല്ല നിങ്ങൾക്ക് BTech എടുക്കാം BTech എടുത്തതിന് ശേഷം പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇനി MBBS കഴിഞ്ഞിട്ട് എന്തിനു പോകണം നമ്മുടെ സിവിൽ സർവീസ് എക്സാംസിന് പോയി ക്രാക്ക് ചെയ്ത ചരിത്രം വരെ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസിനുണ്ട് അപ്പം കൃത്യമായിട്ട് ഒരു ഡിഗ്രി ഇനി ആ ഡിഗ്രി എടുക്കുന്നത് നമ്മളൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കണം കേട്ടോ അത് എന്തായാലും നിർബന്ധമാണ് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇനിയല്ല റെഗുലർ ഡിഗ്രി വേണ്ട നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടും എന്ത് ചെയ്യാം ഡിഗ്രി ചെയ്യാം ഗ്രാജുവേഷൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലും ചിലവരുണ്ട് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് അവർ ഡിഗ്രി ചെയ്യും അപ്പോൾ അവർ ടൈം ലാഭിച്ചുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ അല്ലേ അത്രയും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മളുടെ ഈ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് മൈൻഡായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തുകൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നവരുമുണ്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഇഷ്ടമാണ് ചിലവർക്ക് ഉണ്ടാവും നല്ലപോലെ കോളേജ് പഠിച്ച് സെറ്റായി നമുക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ വേണമെന്നുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിച്ച് അതിനുശേഷം കോച്ചിങ്ങിന് ഇറങ്ങാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ ഗ്രാജുവേഷൻ വേണം എന്നുള്ളതാണ് ഇനി എത്ര വയസ്സ് വരെ നമുക്ക് സിവിൽ സർവീസ് എഴുതാമെന്ന് അറിയണമല്ലേ അപ്പം 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നമുക്ക് എഴുതാൻ പറ്റുക ഇനി അല്ല 32 അല്ലാതെ 45 വയസ്സ് വരെയും എന്തുണ്ട് നമ്മുടെ സർവീസ് എക്സാംസ് എഴുതുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് ചില കാറ്റഗറീസിനാണ് അങ്ങനെ ഇനി നമുക്ക് എത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം ജനറലി 6 അറ്റംപ്റ്റ് വരെ നമുക്ക് സിവിൽ സർവീസ് എക്സാംസ് കൊടുക്കാൻ പറ്റും ഇനി ചില കാറ്റഗറീസിൽ അത് 9 വരെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ അറ്റംപ്റ്റും വേർത്തായിട്ട് വേണം എഴുതാൻ ഓക്കെ അപ്പോൾ നമ്മുടെ മാക്സിമം 200% കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ അറ്റംപ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മൾ കുറേ പറഞ്ഞു അപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എത്ര കടമ്പകൾ കടക്കണം എന്നുള്ള കാര്യത്തിലും കൂടെ നമുക്കൊരു ഐഡിയ വേണം നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 റൗണ്ടുകളിലായിട്ടാണ് അല്ലെങ്കിൽ 3 കടമ്പകളാണ് നമുക്ക് കടക്കാനുള്ളത് അതിൽ 3 ആദ്യം വരുന്നതാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മെയിൻസ് ആണ് അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് വരിക അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ പ്രിലിമിനറി മെയിൻസ് ആൻഡ് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഞാൻ പറയുകയാണ് അപ്പം പ്രിലിമിനറി എക്സാമിനേഷനിൽ നിങ്ങൾ 2 പേപ്പറാണ് എഴുതേണ്ടി വരിക
ഓക്കെ, 200 മാർക്കിൻ്റെ 2 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ജനറൽ ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, ഈ GK ഒക്കെ ഇല്ലേ, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ് ഒക്കെ പോലെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള സ്റ്റഡീസിലുള്ള 2 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് വരെ. രണ്ടും 200 മാർക്സിനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം അറിയണം. ഈ പ്രിലിമിനറി എക്സാംസ് എത്രത്തോളം ആൾക്കാർ എഴുതുന്നുണ്ടെന്നറിയോ? 10-15 ലക്ഷത്തോളം ആൾക്കാരാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാംസ് എഴുതുന്നത്. അതിൽ വെറും 12,000 പേരൊക്കെയാണ് പ്രിലിമിനറി എക്സാം പാസ്സാവുന്നുള്ളൂ. അപ്പം അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ 100% കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രിലിംസ് പാസ്സായി, അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കടമ്പ എവിടെ എത്തി? നമ്മളുടെ മെയിൻസ് എക്സാമിനേഷൻസിനെത്തി. അപ്പോൾ മെയിൻസ് എക്സാമിനേഷൻ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, നമുക്ക് ചോയ്സ് ഒന്നുമില്ല, ഡിസ്ക്രിപ്റ്റീവ് ആണ് എക്സാമിനേഷൻ വരിക. 9 പേപ്പേഴ്സാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് 2 ക്വാളിഫയിങ് പേപ്പേഴ്സ്. ആ 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കും, ഒന്നൊരു ഇന്ത്യൻ ലാംഗ്വേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അതിൽ നിന്നായിരിക്കും നമ്മുടെ ക്വാളിഫയിങ് പേപ്പേഴ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ക്വാളിഫയിങ് പേപ്പേഴ്സ് പോലെ തന്നെ ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്വാളിഫയിങ് പേപ്പേഴ്സിൻ്റെ മാർക്ക് നമ്മുടെ മെയിൻസിൻ്റെ മാർക്കിലേക്ക് എടുക്കില്ല. അപ്പോൾ ക്വാളിഫൈ എന്തായാലും ചെയ്യണം, പക്ഷേ മാർക്ക് എന്ത് ചെയ്യില്ല, എടുക്കില്ല. മെയിൻസ് എക്സാമിൻ്റെ മാർക്സിലേക്ക് എടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യണം. 2 പേപ്പേഴ്സ് 2 ലാംഗ്വേജ് ആയിരിക്കും. ഇനി ഒരു essay പേപ്പർ ഉണ്ടായിരിക്കും, അത് essay ആയിരിക്കും. അത് ആ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ അവരുടെ ഒരു റൂൾസിനനുസരിച്ചിട്ടുള്ള ഒരു essay പേപ്പറാണ് ഉണ്ടാവുക. അതിനുശേഷം 4 ജനറൽ സ്റ്റഡീസ് പേപ്പറാണ് ഉണ്ടാവുക. 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ടായിരിക്കും. അതിനുശേഷം 2 ഓപ്ഷണൽ പേപ്പർ ഉണ്ടായിരിക്കും. ഈ 2 ഓപ്ഷണൽ പേപ്പർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു 26 സബ്ജക്ട്സ് ആണ് ഈ 2 ഓപ്ഷണൽ പേപ്പറിൽ വരിക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി മലയാളം വരെ ചൂസ് ചെയ്ത് IAS ആയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടമുള്ള ഒരു ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യാം. 26 ഇത്രയും സബ്ജക്ട്സിൽ നിന്നാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു. അതിൻ്റെ 2 എക്സാംസ് ആണ് നമ്മുടെ ആ 2 ഓപ്ഷണൽ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ മെയിൻസ് എക്സാമിൻ്റെ മൊത്തം മാർക്സ് എന്ന് പറയുന്നത് 1750 മാർക്സാണ്. അപ്പോൾ ഈ 1750 മാർക്സിലാണ് നമ്മൾ മെയിൻസ് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് മാർക്ക് വരുന്നവർ എന്ത് ചെയ്യുന്നു? നമ്മുടെ മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടാണ് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൻസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അനാലിസിസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിഗ്രി പഠിച്ചു എന്ന് വിചാരിച്ചു, അപ്പോൾ ആ ഡിഗ്രി പഠിക്കുന്ന സമയം നമ്മൾ ഉഴപ്പി പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ? ആ സമയത്ത് നമ്മൾ അടിപൊളിയായി പഠിച്ചാൽ മാത്രമേ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ നമ്മൾ പഠിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാൻ അറിയണ്ടേ? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് 275 മാർക്സിനാണ് നമുക്ക് മാർക്കിടുക. ആർക്കും ഇതേവരെ 275 മാർക്കൊന്നും കിട്ടിയവരില്ല കേട്ടോ. അപ്പം അങ്ങനെ 275 മാർക്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മെയിൻസ് പ്ലസ് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്സാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുക. അപ്പോൾ ഈ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്സിൻ്റെ സമ്മായിരിക്കും. അതിലേറ്റവും കൂടുതൽ മാർക്ക് വന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. അങ്ങനെ മാർക്ക് കുറഞ്ഞതിലാണ് നമ്മുടെ റാങ്കിങ് വരിക. അപ്പം നമ്മൾ ഇനിയാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് നമ്മൾ നല്ല റാങ്ക് വാങ്ങിച്ചാലുള്ള ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ ആ നേട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് IAS വേണോ, IPS വേണോ, IFS വേണോ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി റാങ്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക്
ഇഷ്ടമുള്ള സർവീസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ IAS, IPS, IFS അല്ലാതെ ഒരുപാട് സെൻട്രൽ സ്റ്റേറ്റ് സർവീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഈ IAS, IPS, IFS ഒക്കെയാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സർവീസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ട് വർക്ക് ഹാർഡാണ് അല്ലേ? എന്താ, വർക്ക് ഹാർഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, നല്ല പോലെ വർക്ക് ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്നാൽ പോലെ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈമാണ് അല്ലേ? അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പം തന്നെ തുടങ്ങിയാൽ ഇത്രയും കാലം ഉഴപ്പിയോ ഉഴപ്പാതിരിക്കുകയോ എന്തായാലും കുഴപ്പമില്ല. ഇനി അല്ലേ ഉഴപ്പിയോ പലരും പിന്നീട് നല്ല നല്ല പൊസിഷനിലെത്തിയ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ട്, എനിക്ക് ഒരു IAS ഓഫീസർ ആവണം അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആവണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പോലെ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, നല്ല പോലെ ഇംപ്രൂവ് ചെയ്യുക, പാഷനേറ്റ് ആയിരിക്കുക. പലപ്പോഴും ചിലപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പുഷ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ തളർന്നു പോകാൻ പാടില്ല. നമ്മൾ വലിയൊരു കടമ്പയാണ് നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ. അപ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ പാളിപ്പോവാൻ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനേക്കാൾ ഹാർഡറായി നല്ല പോലെ എന്ത് ചെയ്യണം, പുഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം. ഹരിത മാമിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് നമ്മുടെ ഹരിത മാം. ഹരിത മാമിൻ്റെ 4ാമത്തെയോ 6ാമത്തെയോ അറ്റംപ്റ്റിലാണ് അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അപ്പം അറ്റംപ്റ്റ്സ് ഫെയിലിയറിൽ നിന്ന് തന്നെയാണ് നമ്മൾ സക്സസ്സിലോട്ട് വരിക. അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീൽ ബാഡ് ആവേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ അതിനേക്കാൾ 200% നമ്മൾ എവിടെയാണ് നമ്മൾ തോറ്റുപോയത് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് കണ്ടെത്തി അതിനേക്കാൾ അടിപൊളിയായി പഠിച്ച് അടുത്ത അറ്റംപ്റ്റ് കൊടുക്കും. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള ഫലം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി മെയിനായിട്ട് നിങ്ങൾ ഈ പത്രമൊന്നും വായിക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് പത്രമൊക്കെ വായിച്ചു തുടങ്ങുക. ഓക്കെ, കൃത്യമായിട്ട് നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നല്ലപോലെ വായനാശീലം വളർത്തിയെടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തിത്തന്നെ. ആരും നിങ്ങളെ എതിർത്താലും നിങ്ങൾ അത്രയും അതിയായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നല്ല പോലെ വർക്ക് ചെയ്യുക, വർക്ക് ഹാർഡ്, വർക്ക് ഹാർഡ്, വർക്ക് ഹാർഡ്.